110 നിയമസഭാ മണ്ഡലങ്ങൾ പിന്നിട്ട് 1300 കിലോമീറ്റർ താണ്ടി രാഹുൽ ഗാന്ധി നയിച്ച ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ആവേശകരമായ സമാപനം. ഗാന്ധി മൈതാനി മുതൽ അംബേദ്കർ പാർക്ക് വരെ നടന്ന ഗാന്ധി ടു അംബേദ്കർ മാർച്ചിൽ സഖ്യകക്ഷി നേതാക്കൾ ഉൾപ്പെടെ 10,000 അണിചേർന്നു. വോട്ട് ചോരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽ പതിച്ച ആറ്റം ബോംബിലും വലിയ ഹൈഡ്രജൻ ബോംബ് ബിജെപിക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന് റാലി അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു. പട്നയിൽ നടന്ന മഹാറാലിയിൽ 14 ദിവസം നീണ്ട വോട്ടർ അധികാർ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി പരിസമാപ്തി കുറിച്ചത് അണിയറയിൽ ഇനിയും ആയുധങ്ങൾ ബാക്കിയുണ്ടെന്ന മുന്നറിയിപ്പോടെയാണ്. ദേവ്പുര എന്ന ആറ്റം ബോംബിന് ശേഷം ഇനി വോട്ട് ചോരിയുടെ ഹൈഡ്രജൻ ബോംബാണ് പൊട്ടിക്കാൻ പോകുന്നത്. അതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലയുയർത്തി നടക്കാനാകാത്ത ഗതിയാകുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. बीजेपी के लोगों तैयार हो जाओ, हाइड्रोजन बम आ रहा है, हाइड्रोजन बम आ रहा है, तैयार हो जाइए. आपकी जो सच्चाई है, वोट चोरी की सच्चाई है, वो पूरे देश को पता लगने जा रही है. आने वाले समय में मैं आपको गारंटी करके दे रहा हूं, हाइड्रोजन बम के बाद नरेंद्र मोदी जी अपना चेहरा इस देश को नहीं दिखा पाएंगे. ചരിത്ര പ്രസിദ്ധമായ പട്നയിലെ ഗാന്ധി മൈതാനത്ത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഗാന്ധി സെ അംബേദ്കർ മാർച്ച് ആരംഭിച്ചത്. ഇടയ്ക്ക് പോലീസ് തടസ്സം സൃഷ്ടിച്ചുവെങ്കിലും അത് മറികടന്ന് യാത്ര മുന്നോട്ട്. ഹൈക്കോടതിക്ക് സമീപമുള്ള അംബേദ്കർ മൈതാനത്ത് മഹാസമ്മേളനം. പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ആഞ്ഞടിച്ച് രാഹുലിന്റെ പ്രസംഗം. വോട്ട് കള്ളന്മാർ കസേര വിടൂ എന്ന മുദ്രാവാക്യം ബീഹാറിൽ മാത്രമല്ല യുഎസിലും ചൈനയിലും വരെ ഇപ്പോൾ മുഴങ്ങുകയാണെന്ന് രാഹുൽ പറഞ്ഞു. ശ്രീകൃഷ്ണൻ ജയിലിലാണ് ജനിച്ചതെന്ന് തന്റെ അച്ഛൻ ലാലു പ്രസാദ് യാദവിനെ ജയിലിലിട്ട ബിജെപിക്കാർ മനസ്സിലാക്കണമെന്ന് തേജസ്വിനി യാദവ് പറഞ്ഞു. ഇരട്ട എഞ്ചിൻ സർക്കാരല്ല, ഇരട്ട അഴിമതി സർക്കാരാണ് ബീഹാറിൽ ഉള്ളതെന്നും തേജസ്വിനി യാദവ് കുറ്റപ്പെടുത്തി. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ പ്രതിനിധീകരിച്ച് മുതിർന്ന നേതാക്കൾ റാലിയുടെ ഭാഗമായി. റാലി പട്ന നഗരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അണിനിരന്ന ജനസാഗരത്തെ നിയന്ത്രിക്കാൻ സുരക്ഷാ സേനയ്ക്കും കഴിഞ്ഞില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി, ശിവസേന യുബിടി നേതാവ് സഞ്ജയ് റാവത്ത്, മറ്റ് ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് റാലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഓഗസ്റ്റ് 7-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ 65 ലക്ഷം പേരുകൾ ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി വോട്ട് ചോരി ആരോപണത്തിൽ സമരം ശക്തമാക്കുകയായിരുന്നു. വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനം കുറിക്കുമ്പോഴും തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പുമായി വന്ന ആ ഹൈഡ്രജൻ ബോംബ് എന്തായിരിക്കും? ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഹൈഡ്രജൻ ബോംബിന്റെ പിന്നാലെയായിരിക്കും. പാറ്റ്നയിൽ നിന്ന് ക്യാമറമാൻ അമൽ വടകർക്കൊപ്പം കെ ശരത്ലാൽ.